കിഷ്കിന്ധാകാന്ഡം സമാരംഭം. യോഗിനി ശബരിക്കു മോക്ഷവും കൊടുത്തിട്ട് രാമലക്ഷ്മണന്മാരും പ്രാപിച്ചു പമ്പാതീരം. ശുദ്ധമാം പമ്പാജലമാവോളം പാനം ചെയ്തു പമ്പാത്തടത്തിലൂടെ ശോകേന നടന്നവർ. ഋഷ്യമൂകാജലത്തേക്കെത്രയും തേജസ്സികൾ രണ്ടുപേർ വരുന്നതു കണ്ടല്ലോ സുഗ്രീവനും. താൻ കണ്ട കാര്യമപ്പോൾ മാരുതിയോടു ചൊന്നാൻ, ജ്യേഷ്ഠനെ ഭയക്കുന്ന മാർത്താണ്ഡ നന്ദനനും. മാനവർ രണ്ടുപേരെ കണ്ടുവോ മിത്രമേ നീ, ദിക്കുകൾ തിളങ്ങുമാ തേജസ്സും കണ്ടില്ലയോ. താപസവേഷമാണെന്നാകിലും അമ്പും വില്ലും ചിത്രമായി ധരിപ്പവരെത്രയും ധീരരല്ലോ. ബ്രാഹ്മണ വേഷം പൂണ്ടു ചെല്ലുക നീയുമിപ്പോൾ, സത്യങ്ങൾ അറിഞ്ഞിട്ടു സ്വപ്നകളെ കൂദ്രുതം. ശത്രുക്കളെങ്കിലതു കൈക്രിയ കൊണ്ടും അല്ല മിത്രങ്ങളെന്നാകിലോ മന്ദസ്മിതത്തെ കൊണ്ടും. വിപ്രവേശത്തെ പൂണ്ടങ്ങെത്തിനാൻ മാരുതിയും മാനവശിഖാമണിമാരുടെ സമക്ഷത്തിൽ. കൂപ്പുകൈകളുമായി സുസ്മേരവദനായി സൗമ്യനായി ചോദിച്ചല്ലോ ഭൂസുരനവരോടും. മന്മഥ സമാനരാം മർത്യശ്രേഷ്ഠന്മാർ നിങ്ങൾ ആരെന്നു ചൊല്ലി എന്റെ ജിജ്ഞാസയകറ്റണം. ആദിത്യ ചന്ദ്രന്മാരോ അശ്വനി ദേവകളോ സാക്ഷാൽ ഈശ്വരന്മാരോ മായയാലെത്തിയതോ ഭൂമി തൻ ഭാരം തീർക്കാനെത്തിയ ദൈവങ്ങളോ മോക്ഷദായകർ നരനാരായണന്മാർ താനോ. അന്തണഭാഷ്യം കേട്ടു സംപ്രീതനായി രാമൻ ലക്ഷ്മണനോടുമിത്തം മോദേന ഉര ചെയ്തു. കേട്ടീലേ ലക്ഷ്മണ നീ സംശുദ്ധ സംഭാഷണം, ബ്രാഹ്മണ ശ്രേഷ്ഠനൊരു വൈയാകരണൻ തന്നെ. ചൊല്ലിനാനന്തരം ചൊല്ലഴും രഘൂത്തമൻ ശുദ്ധനാം വടുവോട് തന്നുടേ വൃത്താന്തങ്ങൾ. എന്നതു കേട്ടു വന്ദിച്ചോദിനാൻ മാരുതിയും, ഋഷ്യമൂകാചലമാം പർവ്വത ശിഖരത്തിൽ മന്ത്രിമാരാകും ഞങ്ങൾ 4 പേർക്കൊപ്പമിപ്പോൾ സുഗ്രീവനെന്ന ശ്രേഷ്ഠ കപീന്ദ്രൻ വസിക്കുന്നു. ദുഷ്ടനാം ബാലി എന്ന വാനരരാജൻ സ്വന്തം തമ്പിയാം സുഗ്രീവനെ മർദ്ദിച്ചു പുറത്താക്കി. സുഗ്രീവൻ തന്റെ ധർമ്മപത്നിയെ കവർന്നവൻ ശോകേന വസിക്കുന്നു സുഗ്രീവനിവിടെയും. മിത്രനന്ദനാകും സുഗ്രീവ ഭൃത്യൻ ഞാനും, എന്നുടെ അഭിധാനം ഹനുമാനെന്നുമല്ലോ. അങ്ങേക്കും സുഗ്രീവനും ശക്തരാം വൈരികളുണ്ട്, അവരെ നിഗ്രഹിക്കാൻ സഖ്യത്തെ ചെയ്യൂ നിങ്ങൾ. എന്തൊക്കെ സഹായവും അതിനായി ചെയ്യും ഞാനും, സമ്മതമെങ്കിലങ്ങു പോന്നാലും എന്നോടൊപ്പം. ഇങ്ങനെ പറഞ്ഞിട്ടു സ്വന്തമാം രൂപം ധരിച്ചെത്രയും വിനയത്തോടോദിനാൻ മാരുതിയും. കേറിയിടു ഭവാൻമാരൻ തോളിലേക്കിപ്പോൾ തന്നെ, ആമയമകന്നു മോദവുമുണ്ടായിടും. ഭക്തയാം ശബരി തന്നുപദേശങ്ങളോർത്തു രാമനും
യാത്രയ്ക്കുള്ള അനുമതി ഏകിയല്ലോ. രാമലക്ഷ്മണന്മാരെ തോളിലേറ്റിക്കൊണ്ടപ്പോൾ സുഗ്രീവ സമക്ഷത്തിലെത്തിനാൻ മാരുതിയും. ഹേ സഖേ സുഗ്രീവ, നിൻ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രീരാമനോടുടനെ ചെയ്യണം സഖ്യം ഭവാൻ. സൂര്യവംശോത്ഭവന്മാർ ശ്രീരാമലക്ഷ്മണന്മാർ മിത്രങ്ങളായാൽ പിന്നെ വെറ്റികൾ സുനിശ്ചയം. തുഷ്ടനായ അർക്കാത്മജൻ സ്വീകരിച്ചവരെയും സൗമിത്രി ചൊല്ലിയല്ലോ വൃത്താന്തമഖിലവും. ഏവതും കേട്ടുടനെ ചൊല്ലിനാൻ സുഗ്രീവനും, ഖേദത്തെ കളഞ്ഞിടൂ, ശുഭമായി തീരുമെല്ലാം. ദേവിയെ കണ്ടെത്താനായി വാനര സഞ്ചയങ്ങൾ എത്രയും വേഗം തന്നെ സർവത്ര തിരഞ്ഞിടും. രാവണനെയും കൊന്ന് ദേവിയെ കൊണ്ടുവന്നു തൃക്കാൽക്കൽ വച്ചിടും ഞാൻ, സംശയമതിനില്ല. ഈയിടെ ഒരു ദിനം ഞാനുമെൻ മന്ത്രിമാരും പർവ്വതാഗ്രത്തിൽ നിൽക്കെ കേട്ടൊരു സ്ത്രീരോദനം. പാവമാമൊരു സ്ത്രീയെ തട്ടിക്കൊണ്ടാരോ പോയ നേരത്ത് ആ സ്ത്രീരത്നമോ രാമാ രാമാ ഇതി ചൊല്ലി. മേലോട്ടു നോക്കി നിന്ന ഞങ്ങളുടെ ചാരത്തായി ചേലയിൽ ചുറ്റിയെന്തോ മാനത്തു നിന്നും വീണു. മൂല്യവത്തായ പൊതി സൂക്ഷിച്ചു വച്ചു ഞാനും. അങ്ങതു ദർശിച്ചാലും അപ്പോഴുതറിഞ്ഞീട. ആഭരണത്തിൻ പൊതി സത്വരമെത്തിച്ചല്ലോ. ശ്രീരാമൻ അഴിച്ചവ കണ്ടിട്ടു ഞെട്ടി കഷ്ടം. എന്നെപ്പോൽ വിരഹത്തെ നിങ്ങളും സഹിക്കുന്നു. എന്തൊരു വിധിതു ദേവി, എൻ പ്രാണനാഥേ. എങ്ങു പോയൊളിച്ചു നീ കൺമുൻപിൽ നിന്നു കാന്തേ. മാനിനെ പിടിച്ചിടാൻ എന്തിനു ശടിച്ചു നീ? കേഴുകേം പുലമ്പുകേം ആഭരണത്തിൻ പൊതി നെഞ്ചോടു ചേർത്തു വച്ചു പിന്നെയും കരയുകേം ചെയ്യും തൻ ജ്യേഷ്ഠനോട്. ചൊല്ലിനാൻ സൗമിത്രിയും ആമയമൊതുക്കിക്കൊണ്ടിവിധം കാര്യങ്ങളും. സുഗ്രീവ സഹായത്താൽ ദേവിയെ വീണ്ടെടുക്കാൻ ദുഃഖിക്ക വേണ്ടിനിയും ശോകത്തെ അടക്കിയിടൂ. തൽക്ഷണം മാരുതിയും അഗ്നിയെ ജ്വലിപ്പിച്ചു. രാമസുഗ്രീവന്മാരും സഖ്യത്തെ ചെയ്താറല്ലോ. അന്യോന്യം സഹായിക്കാൻ ധാരണയുണ്ടായപ്പോൾ ബാലി തൻ വൈരകഥ ചൊല്ലിനാൻ മിത്രാത്മജൻ. അന്യോന്യം സഹായിക്കാൻ ധാരണയുണ്ടായപ്പോൾ ബാലി തൻ വൈരകഥ ചൊല്ലിനാൻ മിത്രാത്മജൻ. ഉദ്ധതനാം അസുരൻ മായാവി ഒരു ദിനം ബാലിയെ സമീപിച്ചു പോരിനായി വിളിച്ചല്ലോ. ബാലിയും ഉടൻ ചെന്നു മുഷ്ടിയാൽ താടിച്ചല്ലോ. ദുഷ്ടനാം മായാവിയും ഭീതി പൂണ്ടോടിയപ്പോൾ അഗ്രജനൊപ്പം തന്നെ പിന്തുടർന്നെത്തി ഞാനും. ഭീഷണ ഗുഹയൊന്നിൽ മായാവി ഒളിച്ചല്ലോ. ചൊല്ലിനാൻ ജ്യേഷ്ഠനപ്പോൾ എന്നോടും ഈ വിധത്തിൽ, പോണു ഞാൻ അകത്തേക്കു കൊല്ലുവാൻ മായാവിയെ. നിർഭയനായി ഇവിടെ നിൽക്കേണം അനുജാ നീ. മായാവി ചത്തതായി കാണണം പാലു വന്നാൽ. ചോര വന്നിടുകിലോ അടയ്ക്കോ ഗുഹാമുഖം. ഇவ்விதം ഭരമേൽപ്പിച്ചഗ്രജൻ പുക്കാനുള്ളിൽ
മാസമൊന്നടിയനും കാവലായി നിന്നവിടെ ചോര വന്നൊരു ദിനം ഗുഹതൻ ദ്വാരത്തിങ്കൽ ആരുടെ ശോകമോടെ അടച്ചാൻ ദ്വാരം ഞാനുമെൻ കിഷ്കിന്ധയുമാമയക്കടലിലായി രാജ്യത്തെ അനാഥമാക്കിയിടരുതെന്നു ചൊല്ലി ഏവരും ചേർന്നിട്ടെന്നെ കിഷ്കിന്ധാധിപനാക്കി. ചെറ്റൊരു കാലം കഴിഞ്ഞെത്തിനാൻ അഗ്രജനം തമ്പിയാം എന്നെ ഒരു വഞ്ചകൻ എന്നു നമ്പി. നിർദോഷിയായ തമ്പി ഞാനെന്നു നമ്പിയിടാതെ കൊല്ലുവാൻ ഓടിച്ചപ്പോൾ ഓടി ഞാൻ തളർന്നല്ലോ. ബാലികേറാമലയാം ഋഷ്യമൂകാചലത്തിൽ അങ്ങനെ ഭയത്തെ കൊണ്ടു ഞാൻ സന്ത്രസ്തനായി. എന്നുടെ പത്നിയെയും അഗ്രജൻ സ്വന്തമാക്കി കൊന്നിടു എന്നെ ഏതു നിമിഷവും തരപ്പെട്ടാൽ. ഇന്നിപ്പോൾ അങ്ങേ കണ്ട മാത്രയിൽ അടിയനും വീത വിഷാദനായി തീർന്നല്ലോ കൃപാനിധേ. ദുർവിധി അടിയനെ കാർന്നിരുന്നപ്പോൾ സൗഭാഗ്യമെത്തിയല്ലോ നിന്നുടെ രൂപത്തിലും. എല്ലാമേ നഷ്ടപ്പെട്ടു ഖിന്നനായിരുന്ന ഞാൻ നിന്നുടെ സാമീപ്യത്താൽ ശുഭാപ്തി വിശ്വാസിയായി.